നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റ്സിലെ ഡേറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? ടെക്സ്റ്റ് ആയിട്ടാണോ കാണിക്കുന്നത്, അതോ റോങ് ഫോർമാറ്റിലാണോ? ഡോണ്ട് വറി, ഈ വീഡിയോയിൽ ഗൂഗിൾ ഷീറ്റിലെ എല്ലാ ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റിംഗ് ഇഷ്യൂസും എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ലെറ്റ്സ് ഇമാജിൻ, നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റിൽ ഇതുപോലൊരു ഡാറ്റ ഉണ്ടെന്ന് കരുതുക. അതിലെ കോമൺ പ്രോബ്ലംസ് ഇതൊക്കെയാകാം. ഇവിടെ ഫസ്റ്റ് റോയിലെ ഡേറ്റ് ആൻഡ് ടൈം റോങ് ഫോർമാറ്റിലാണ്. ചിലപ്പോൾ അത് DDMMYYYY എന്നുള്ള ഫോർമാറ്റിന് പകരം MMDDYYYY എന്ന ഫോർമാറ്റിലായിരിക്കും. അതുപോലെ ചില സെല്ലിലെ ഡേറ്റ് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും മിക്കവാറും സേവ് ആയിട്ടുണ്ടാവുക. അങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് സേവ് ആകുമ്പം നമ്മളുടെ ഫോർമുലാസ് ഒന്നും ഇതിൽ വർക്ക് ചെയ്യാറില്ല. അടുത്ത ഡേറ്റ് ഫോർമാറ്റിങ്ങിൽ സ്ലാഷിന് പകരം ഹൈഫൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഗൂഗിൾ ഷീറ്റിൽ ഈ ഹൈഫൺ യൂസ് ചെയ്ത് ഡേറ്റ് ഉപയോഗിക്കുന്നത് റെക്കഗ്നൈസ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഡേറ്റ് ആൻഡ് ടൈം ഇഷ്യൂസ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളുടെ ഡേറ്റ് ഫോർമാറ്റിംഗ് റെഡിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഡേറ്റ് MMDDYYYY എന്ന ഫോർമാറ്റാണ്. നമുക്ക് റെഡിയാക്കാൻ ഇവിടെ ഫോർമാറ്റിൽ നമ്പറിൽ ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടും ഫോർമാറ്റിംഗ് റെഡി ആവില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ മാറ്റി കൊടുക്കേണ്ടത്. അതായത് ഫയൽ മെനുവിൽ സെറ്റിങ്സ് എടുക്കുക. അതിലൂടെ ജനറലിൽ ലോക്കലിൽ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ലോക്കലെ മാറ്റുന്നത്, അതായത് ദിസ് അഫക്ട്സ് ഫോർമാറ്റിംഗ് ഡീറ്റെയിൽസ് സച്ച് ആസ് ഫംഗ്ഷൻ, ഡേറ്റ്സ് ആൻഡ് കറൻസി. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കും. നമുക്കിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് മാറ്റിയിട്ട് ഇന്ത്യയിലേക്ക് മാറ്റാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണെങ്കിൽ MMDDYYYY ആയിരിക്കും. ഇന്ത്യ ആണെങ്കിൽ DDMMYYYY ആണ്. ഞാനിത് സെലക്ട് ചെയ്തു. ഇനി ഇതിൽ ഞാനിവിടെ ഡേറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റിൽ നമ്പറിൽ ഡേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ഫോർമാറ്റിംഗ് 31/12/2024 കറക്റ്റായിട്ട് വന്നു. അതുപോലെ ഇവിടെയും ഫോർമാറ്റിങ്ങിൽ ഡേറ്റ് ആൻഡ് ടൈം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കറക്റ്റായിട്ട് ഫോർമാറ്റിംഗ് വന്നതായിട്ട് കാണാം. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഡേറ്റൊക്കെ നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണോ സേവ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഈ മൂന്നാമത്തെ റോയിലെ ഈ ഒരു സെൽ വാല്യൂ നമുക്കിവിടെ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് വരുന്നതെങ്കിൽ അതൊരു ടെക്സ്റ്റ് ആയിട്ടാണ് സേവ് ചെയ്തതെന്ന് മനസ്സിലാവാം. നമ്മളുടെ ഡേറ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് റൈറ്റ് അലൈൻമെൻറ്റിലാണ് വരിക. ഇവിടെ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റിൽ വന്നത്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാം? നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ ഇവിടെ ഫോർമാറ്റിൽ നമ്പറിൽ നമ്മളിവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിന് പകരം ഡേറ്റ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. അത് ഓട്ടോമാറ്റിക് ഫിക്സ് ആയതായിട്ട് കാണാം. ഇതും അതുപോലെ തന്നെ ഫോർമാറ്റിൽ നമ്പറിൽ ഡേറ്റ് ആൻഡ് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇഷ്യൂ സോൾവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഡേറ്റ് വാല്യൂ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഫോർമാറ്റിംഗ് റെഡിയാക്കാം. ഇതിന് നമ്മൾ ആവശ്യമുള്ള സെല്ല് സെലക്ട് ചെയ്യാം. ഈക്വൽ ടു ഡേറ്റ് വാല്യൂ എന്ന് കൊടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. വേണ്ട ഡേറ്റ് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡേറ്റ് കറക്റ്റ് ഫോർമാറ്റിങ്ങിലല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റിനെ പ്രോപ്പർ ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എൻ്റർ അടിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് കറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഫോർമാറ്റിംഗ് പഴയ ഫോർമാറ്റിംഗ് ആണല്ലോ, അത് ഫോർമാറ്റിങ്ങിൽ നമ്പറിൽ ഡേറ്റ് ആൻഡ് ടൈം ഞാൻ കൊടുക്കുകയാണ്. നിങ്ങളുടെ ഡേറ്റ് സ്റ്റിൽ ടെക്സ്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചാൽ മതി. കാണിച്ചു തരാനായിട്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യുക. അതായത് ഫസ്റ്റ് സെല്ലിൽ ഒരു കോളത്തിൻ്റെ ഫസ്റ്റ് സെല്ലിൽ ഈ ഒരു ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യുക. അറേ ഫോർമുല ബ്രാക്കറ്റ് ഈഫ് എ എന്ന കോളമാണ് സെലക്ട് ചെയ്യണത്. അതുപോലെ ബാക്കിയുള്ള ഫോർമുല അടിക്കുക. എന്നിട്ട് എ എന്ന കോളം തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു എ എന്ന കോളത്തിലുള്ള ഡേറ്റ്സ് മൊത്തം നമുക്കിവിടെ കറക്റ്റ് പ്രോപ്പർ ഫോർമാറ്റിൽ വരുന്നതാണ്. കണ്ടോ? ഇതുപോലെ നമ്മളിവിടെ എന്ത് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് ഓട്ടോമാറ്റിക് കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ടൈം ഫോർമാറ്റിംഗ് റെഡി ആവുന്നില്ലെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ ടൈം ഫോർമാറ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റ് സൈഡിലേക്കാണ് അലൈൻമെൻറ്റ് വരുന്നത്. ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റ് ആയതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ അലൈൻമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫോർമാറ്റിൽ നമ്പറിൽ ഇവിടെ ഡേറ്റിന് പകരം ടൈം സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ടൈം ഫോർമാറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് കസ്റ്റമായിട്ടും സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഫോർമാറ്റിൽ നമ്പറിൽ ഇവിടെ കസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കൊടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹവർ, മിനിറ്റ്, സെക്കൻഡ് എന്നാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഹവറും മിനിറ്റും വേണം. എന്നിട്ട് ഇവിടെ സെക്കൻഡിന് പകരം AM PM കൊടുക്കുക. ഈ സെക്കൻഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഹവർ, മിനിറ്റ്, AM PM എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് വരും. ഇനി കോളം സിയിൽ ഡേറ്റും ടൈമും ഉണ്ട്.
അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് എന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഡേറ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് = ഇൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, നമുക്ക് വേണ്ട സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. ഇനി അതുപോലെ ടൈം മാത്രം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് = അടിക്കുക, അത് നമ്മൾ ഈ സെല്ല് സെലക്ട് ചെയ്യുക, മൈനസ് അടിക്കുക, ഇൻറ്റ് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നുകൂടി ആ സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് ടൈം മാത്രമായിട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം ഗൂഗിൾ ഷീറ്റിൽ പ്രോപ്പറായി വർക്ക് ചെയ്യും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടുതൽ ഗൂഗിൾ ഷീറ്റ്സ് ട്രിക്കിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അടുത്ത വീഡിയോയിൽ കാണാം.